ഹലോ DS +2 ബയോളജിയിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു കിടിലൻ വീഡിയോ ആണ്. കാരണം A+ അല്ല, അതിനപ്പുറം ഫുൾ മാർക്ക് വരെ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഡബിൾ പാസ് വേണ്ടവർ എങ്ങനെ പഠിക്കണം, പാസ് മാർക്ക് വേണ്ടവർ എങ്ങനെ പഠിക്കണം എന്നെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. കൃത്യമായി നിങ്ങൾക്ക് വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കൂടി നമുക്ക് വേണം. അപ്പം തുടർന്ന് ഈ അങ്ങോട്ടുള്ള വീഡിയോകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ലൈക്ക്, കമൻറ്റ്, കാരണം ഒരുപാട് എഫേർട്ടുകൾ സമയമൊക്കെ എടുത്തിട്ടാണ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ലൈക്ക്, ഒരു കമൻറ്റ്, ഒപ്പം ഹൈപ്പ്, ഷെയർ കാര്യങ്ങളൊക്കെയാണ്. സബ്സ്ക്രിപ്ഷനൊക്കെ നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അതുകൂടി പരിഗണിക്കണം ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇതൊരു ഞാൻ പറയാം ഒരു 4 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഈ കോർപ്പസ് ലൂട്ടിയം, ഈ പ്രൊജസ്റ്ററോൺ സംഭവങ്ങൾ അത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഒപ്പം ലേഡിക് സെൽസ് അത് എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് പഠിക്കാണ്ട് പോകേണ്ട, ഈ ഡയഗ്രാം മാർക്ക് ചെയ്യാൻ സംഭവങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു 1 സ്റ്റാർ 2 സ്റ്റാർ കാറ്റഗറി ഒക്കെ പറയുന്നുള്ളൂ. ഇതൊരു 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടും ഈ ചാപ്റ്ററിൽ നോക്കി പോകേണ്ട ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഇതിനകത്ത് നിങ്ങൾ ഓഡ് സെലക്ട് ചെയ്യാനുള്ളതാണ്. 1 മാർക്കിൻ്റെ കാറ്റഗറിയാണ്. അത് 5 സ്റ്റാർ അങ്ങനെ കാറ്റഗറൈസ് ഞാൻ ചെയ്യുന്നില്ല. അതിനകത്ത് എന്താണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുമ്പം അത് ജനറലി അത് 5 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന സംഭവമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇത് ഒരു 4 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ പറയുക. എനിക്ക് ഇത്തവണ വരാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. പ്ലാസൻ്റയിൽ നിന്നുള്ള ഹോർമോണുകളും അതിൻ്റെ ഫംഗ്ഷനും എന്താണ്, പ്ലാസൻ്റ സംഭവങ്ങളൊക്കെ എളുപ്പമാണ്. ഇത് ഈ ചാപ്റ്ററിലെ ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആട്ടോ. ഈ ചാപ്റ്ററിലെ ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഡയഗ്രാം മാർക്ക് ചെയ്യാൻ സംഭവങ്ങൾ, പീനസിൻ്റെ വജൈനയോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പീനസാണ്. പിന്നെ ഈ ഒരു സംഭവം ഇതിനകത്ത് മെനിസ്ട്രൽ സൈക്കിൾ, അതിൻ്റെ ഹോർമോണുകൾ LH എവിടെയാണ്, ഈസ്ട്രോജൻ, പ്രൊജസ്റ്ററോൺ, ഗ്രാഫ്, കർവ് കാര്യങ്ങളെല്ലാം അതിനകത്ത് നോക്കിക്കോളൂ. വലുതാക്കി ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മുകളിൽ ആ ഒരു LHൻ്റെ കൂടി ഇതിൽ കാണാൻ സാധിക്കും. ആ ചെറിയ ചുവപ്പ് LH ആണ്, മുകളിൽ വലുത് എന്താണ്, ചെറിയ ചുവപ്പ് FSH ആണ്, വലുത് LH ആണ്. അത് മറക്കേണ്ട. ഓവുലേഷനോടനുബന്ധിച്ച് LH ആണ്. പിന്നെ ഈസ്ട്രോജന്, പ്രൊജസ്റ്ററോൺ ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ഇതിലെ 5 സ്റ്റാർ. പിന്നെ നിങ്ങൾക്ക് ഇത് ലേഡിക് സെല്ല് കോർപ്പസ് ലൂട്ടി ഞാൻ പറഞ്ഞല്ലോ ഒരു 4 സ്റ്റാർ കാറ്റഗറി തന്നെയാണ്. അറൗണ്ട് 5 സ്റ്റാറിലോട്ട് വരുന്നതാണ്. മസ്റ്റായിട്ട് പഠിച്ചു വെക്കണം അതിൻ്റെ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് അതൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സ്പേമിൻ്റെ ക്യാപ്പിലേക്ക് സ്പേമിൻ്റെ ആ ഒരു സ്ട്രക്ചർ വരും കേട്ടോ. അത് ഞാൻ പറയാം. അതൊരു 5 സ്റ്റാർ ആണ്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇതൊരു 3 സ്റ്റാർ കാറ്റഗറിയിലോട്ട് വരുന്നത് തന്നെയാണ്. എന്താണ് സ്പെമാറ്റോജെനിസിസ്, എന്താണ് ഊജെനിസിസ്, അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു വെച്ചോളൂ, ഡയഗ്രാം. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് എന്താ പറയുക, സ്പെർമിയോജെനിസിസ് എന്താണ്, സ്പെർമിയേഷൻ എന്താണ്, ഇത് നമ്മൾ പറഞ്ഞ കാറ്റഗറിയിലൊക്കെ വരുന്നത് തന്നെയാണ്. ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിനകത്തൊരു 3 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. വേണമെങ്കിൽ വരാം. ഓരോ മാസവും കുഞ്ഞിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, കൺപോളകൾ എപ്പോഴാണ് തുറക്കുന്നത്, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ അത് പഠിച്ചു വെച്ചോളൂ. പിന്നെ ഇതിനകത്ത് ഒരു 3 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്റർ അതിനകത്ത് നമുക്ക് എല്ലാം ഓൾമോസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? LHൻ്റെ ഫംഗ്ഷൻ അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ലേഡിക് സെല്ലൊക്കെ 5 സ്റ്റാർ കാറ്റഗറിയാണ്. പിന്നെ ഇത് മെൻസ്ട്രൽ സൈക്കിളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സെയിം അതിനകത്ത് 5 സ്റ്റാർ കാറ്റഗറിയാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൊളസ്ട്രം, മിൽക്ക് പ്രൊഡ്യൂസർ, ഇതൊരു 3 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെച്ചോളൂ അതിൻ്റെ എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ. പിന്നെ ഇതൊക്കെ അതുമായി നമ്മൾ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. യൂട്രസിൻ്റെ ലൈനിങ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ സ്പേമിൻ്റെ ആക്രോസോമും മിഡിൽ പീസും ഒക്കെ. പിന്നെ എംബ്രിയോ 8 to 16 സെൽസ് നിങ്ങൾക്കറിയാം, മോറിൽ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിനകത്ത് 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് 5 സ്റ്റാർ ആട്ടോ. ഇത് പഠിക്കാണ്ട് നിങ്ങൾ പോകുകയോ വേണ്ട. ഇത് 5 സ്റ്റാർ ആണ്. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾ ഇതിനകത്ത് ഞാനൊരു 5 സ്റ്റാർ കാറ്റഗറിയിലോട്ട് പെടുത്തുന്നില്ല. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ഈ മെനിസ്ട്രൽ സൈക്കിളിൻ്റെ ഫേസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ചോദിക്കാം. അതൊക്കെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാഫിൽ പെടുന്നത് തന്നെയാണ്. പിന്നെ ആംബുല ഇംപ്ലാന്റേഷനൊക്കെ എവിടെയാണ് നടക്കുന്നതെന്നൊക്കെ ഇത് ഞാൻ പറഞ്ഞു. 5 സ്റ്റാർ ആണ്. ഇത് 5 സ്റ്റാർ ആട്ടോ. ഇതെന്തായാലും നോട്ട് ചെയ്ത് പോയിക്കോളൂ. ഇതിനകത്ത് എവിടെയൊക്കെയാണ് എന്നുള്ള സംഭവം ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ പിന്നീട് ഇതിനകത്ത് 5 കാറ്റഗറിയിലോട്ട് വരുമ്പം ഇത് ഞാൻ പറഞ്ഞു, സ്പെർമിയോജെനിസിസ്, സ്പെർമിയേഷനൊക്കെ ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ കാറ്റഗറിയിലോട്ട് വരുന്നത് തന്നെയാണ്. പഠിച്ചു പോകണം. യൂട്രസിൻ്റെ ലേയേഴ്സ് ഒരു 4 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആട്ടോ. യൂട്രസിൻ്റെ ലേയേഴ്സ് ചിലപ്പം ചോദിക്കാം. പിന്നെ ഇതൊക്കെ പറഞ്ഞതാണ്. ഇതൊന്നും ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നില്ല സ്റ്റാറിലോട്ടൊന്നും. നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യേണ്ടവർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാറ്റഗറി തന്നെയാണ്.
HCG നമ്മൾ പറഞ്ഞതാണ്. അത് പ്രഗ്നൻസിയുമായിട്ടുള്ള ഒരു ബന്ധം ഒരു ചിലപ്പം ചോദിച്ചേക്കാം. ഇത് നമ്മൾ പറഞ്ഞു നേരത്തെ പ്ലാസൻ്റയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു 3 സ്റ്റാർ 4 സ്റ്റാർ കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞ സംഭവമാണ് അതൊക്കെ. പിന്നെ ഓവം റിലീസ് ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നത് ഇത് നമ്മൾ പറഞ്ഞു. 5 സ്റ്റാറൊക്കെ പ്ലാസൻ്റ അതിൻ്റെ ഫംഗ്ഷനൊക്കെ നമ്മൾ പറഞ്ഞു 5 സ്റ്റാർ കാറ്റഗറിയിലോട്ട് വരാമെന്ന്. പിന്നീട് ഇംപ്ലാന്റേഷൻ അതൊക്കെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് ഇതിനകത്ത് പോകാം. ഇതിനകത്ത് ലൂമൻ ഓഫ് മിൽക്ക് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വരാം. അതിനകത്ത് എന്താ പറയുക, ഭയങ്കര സ്റ്റാർ കാറ്റഗറിയിൽ പെടുത്തുന്നില്ലെങ്കിലും മാർക്ക് വേണ്ടവർ, ഡബിൾ പാസ് ഇതിനപ്പുറമൊക്കെ വേണ്ടവർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ സ്പേമിൻ്റെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ കൊളസ്ട്രോൾ എന്തുകൊണ്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഇതിനകത്ത് ഇതൊക്കെ പറഞ്ഞു. ഇനി റിപ്രൊഡക്റ്റീവ് ഹെൽത്തിലോട്ട് പോകുമ്പോൾ ഏറ്റവും ഇതിനകത്ത് ഇതൊരു 1 മാർക്ക് ആണെങ്കിലും ഇതൊരു 5 സ്റ്റാർ കാറ്റഗറിയാണ്, ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ സിഫ്റ്റ് ഇതിനകത്തൊരു 5 സ്റ്റാർ കാറ്റഗറിയാണ്. ICSI ഒരു 4 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ഫുൾ ഫോം കാര്യങ്ങൾ. ഇത് ഇതിനകത്തൊരു 5 സ്റ്റാർ ആണ്, ഇത് മസ്റ്റാണ്. ഇത് അറിയാണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണ്ട, മനസ്സിലായില്ലേ. ആംനിയോസെൻറ്റസിസും അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് അതിനകത്ത് നിങ്ങൾക്ക് ഇത് ഇതിനകത്ത് 5 സ്റ്റാർ കാറ്റഗറി ആട്ടോ. ഇത് പഠിക്കാണ്ട് നിങ്ങൾ പോകുകയേ വേണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വാസക്ടമി ട്യൂബക്ടമി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം 5 സ്റ്റാർ ആണ് ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത്. IUD ഇതിനകത്ത് ഒരു 5 സ്റ്റാർ കാറ്റഗറി തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, വാസക്ടമി ട്യൂബക്ടമി IUD പിന്നെ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസീസസ്, ഇത് ഈ സംഭവം. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു. സിഫ്റ്റ് ഒക്കെ 1 മാർക്കിന് വരുന്ന ഒരു 5 സ്റ്റാർ കാറ്റഗറി തന്നെയാണ്. അതെല്ലാം നമ്മൾ പറഞ്ഞു ഇതിനകത്ത്. പിന്നെ അതിനകത്ത് IUDയുടെ ഓരോ ഫീച്ചേഴ്സൊക്കെ ചോദിക്കാം, കാറ്റഗറി ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു പോയിക്കോളൂ. നോൺ മെഡിക്കേറ്റഡ് അതെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വീഡിയോ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ഞാൻ അതിനകത്ത് സ്റ്റാർ കാറ്റഗറിയിൽ പെടുത്തുന്നില്ല. ഇതൊക്കെ അതിനകത്ത് A+ ലെവലിലൊക്കെ ഇതിനകത്ത് വേണ്ടവർ ഇത് ഇവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ RCHുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ ഇതിനകത്ത് എന്താണ്, ഫുൾ മാർക്ക് നന്നായി സ്കോർ ചെയ്യേണ്ടവരും നന്നായി പഠിച്ചു പോകുന്നവരൊക്കെ അതിനകത്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ. അപ്പം ഇതിനകത്ത് പിന്നെ STA ഒക്കെ നമ്മൾ പറഞ്ഞു. ആംനിയോസെൻ്റ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇതെല്ലാവരും നോട്ട് ചെയ്ത് പോയിക്കോളൂ. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ വേണമെങ്കിൽ അതിനകത്ത് സ്റ്റാർ കാറ്റഗറിയിൽ പെടുത്തുന്നില്ല. പിന്നീട് ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇനിയെല്ലാം പറഞ്ഞ ടൈപ്പ് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് IMR MMR ഒക്കെ വേണമെങ്കിൽ നോക്കിപ്പോയിക്കോളൂ. ഇതെല്ലാം പറഞ്ഞു. പിന്നീട് സിഫ്റ്റ് ഗിഫ്റ്റ് ആ ഒരു കാറ്റഗറി ഒക്കെ നമ്മൾ പറഞ്ഞു അതിനകത്ത്. പിന്നെ കോപ്പറേറ്റീവ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് IUD ഞാൻ പറഞ്ഞല്ലോ, IUD എല്ലാം പഠിച്ചു പോയി, ഇൻട്രായൂട്രൈൻ ഡിവൈസ് എല്ലാം പഠിച്ചു പോയിക്കോളൂ. പിന്നെ MTP വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. MTPൻ്റെ ഫുള്ള് സംഭവങ്ങളൊക്കെ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി സംഭവങ്ങൾ, അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഇതൊക്കെ ഞാൻ ആൻസറൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്താണ് MTP എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഐഡിയൽ കോൺട്രാസെപ്റ്റീവിൻ്റെ ഫീച്ചേഴ്സ് ഇത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തവണ ചോദിക്കാം. ഞാൻ സ്റ്റാർ കാറ്റഗറിയിൽ പെടുത്തുന്നില്ലെങ്കിലും എൻ്റെ മനസ്സ് പറയുന്നു ഇതിൽ നിന്ന് ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ വരാമെന്ന് നോക്കിപ്പോയിക്കോളൂ കേട്ടോ. പിന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞ സ്റ്റാറുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോകും കേട്ടോ. പിന്നെ ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലോട്ട് പോകുമ്പോൾ ഈ ടപ്പീറ്റം അതിൻ്റെ ഫംഗ്ഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരുപാട് ചോദ്യം വന്നത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടപ്പീറ്റത്തിൻ്റെ ലെയേഴ്സ്, നമ്മുടെ പോളൻ ഗ്രെയിൻ്റെ ലെയേഴ്സ്, അതിൻ്റെ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷന് സംഭവങ്ങൾ, എക്സൈനി ഇൻഡൈന്, പിന്നെ ആ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ, ഈ ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ വെജിറ്റേറ്റീവ് സെല്ല് ജനറേറ്റീവ് സെല്ല് മാർക്ക് ചെയ്യാനൊക്കെ പഠിച്ചോളൂ. അതൊക്കെ ഒരു 5 സ്റ്റാർ കാറ്റഗറി തന്നെയാണ്. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിലെ 5 സ്റ്റാർ ഇതാണ്. ഓരോ അതിൻ്റെ പാട്ടുകളും ലേബൽ ചെയ്യാനും മാർക്ക് ചെയ്യാനും പഠിച്ചോളൂ. പിന്നീട് ഇതിനകത്ത് പോകുമ്പം ഇതൊന്നും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിനകത്ത് 5 സ്റ്റാർ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒത്തിരി വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഡബിൾ ഫെർട്ടിലൈസേഷൻ, സിങ്കാമി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നീട് ഇതിനകത്ത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, നോട്ട് ചെയ്ത് പോയിക്കോളൂ. സിനർജിഡ് അതിൻ്റെ എന്താണ് അതിൻ്റെ ഫംഗ്ഷന്, സെല്ലുലാർ തിക്കനിങ്, അതിനകത്ത് ഫിലിഫോം അപ്പരറ്റസ് എന്താണ് സംഭവങ്ങളൊക്കെ. പിന്നീട് ഇതിനകത്ത് പോളിനേഷനിൽ നിങ്ങൾ 3 പോളിനേഷനും, വിൻഡ് പോളിനേഷന്, വാട്ടർ പോളിനേഷന്, ഇൻസെക്റ്റ് പോളിനേഷന്, അതിൻ്റെ എക്സാമ്പിൾ ഫീച്ചേഴ്സ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻസെക്റ്റ്, വിൻഡ്, പിന്നെ വാട്ടർ എന്നുള്ള രീതിയിൽ എന്തായാലും അതും ഒക്കെ ഇമ്പോർട്ടൻ്റ് 5 സ്റ്റാർ കാറ്റഗറിയാണത്. പിന്നെ ഓട്ടോഗാമി, ജീറ്റനോഗാമി, സീനോഗാമി പഠിച്ചിരിക്കണം, ഒരു 3 സ്റ്റാർ കാറ്റഗറിയാണ്, പഠിക്കാണ്ട് പോകണ്ട. പിന്നെ അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇതൊക്കെ ഇതിനകത്ത് കുറച്ചുകൂടി എന്താണ്, ഇപ്പോൾ റീസെൻ്റ് ചോദിച്ചതാണ്. കൊമേലിനയുടെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. കൊമേലിനയൊക്കെ 2 തവണ എങ്ങാണ്ട് ചോദിച്ചത് കാണാൻ സാധിക്കും. കാസ്മോഗാമസും ക്ലിസ്റ്റോഗാമസും ഒക്കെ ഇവിടെ ചോദിച്ചതായിട്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, വിൻഡ് പോളിനേറ്ററിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കും.
കാറ്റിലൂടെ പോളിനേഷൻ നടക്കുന്നതിൻ്റെ, ഇൻസെക്ട് വിൻഡ് പോളിനേറ്റഡ് ഒരുപാട് ചോദിച്ച് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? വാട്ടർ പോളിനേറ്റഡും അതുപോലെ എക്സാമ്പിൾ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻസെക്ട് പോളിനേറ്റഡ് ഇമ്പോർട്ടൻ്റ് ആണ്, പോളിനേഷന് കാര്യങ്ങൾ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, 5 സ്റ്റാർ കാറ്റഗറിയാണ്. പിന്നെ ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്, ഇതൊരു 4 സ്റ്റാർ കാറ്റഗറി തന്നെയാണ്, ഇതും അറിഞ്ഞിരിക്കണം. പിന്നെ അത് തന്നെ സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റിയാണ് എപ്പോഴും അതിനകത്ത് ചോദിക്കാറുള്ളത് കേട്ടോ, നോട്ട് ചെയ്ത് പോയിക്കോളൂ. പിന്നീട് ഇതിനകത്ത് ഇതെല്ലാം ആ ഒരു കാറ്റഗറിയാണ്. സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി ഒക്കെ വന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് തവണ വരുന്നത് കാണാം. എന്താണ് ഈ സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി നോക്കി പോയിക്കോളൂ കേട്ടോ. പിന്നെ അതിനകത്ത് നമ്മൾ അതിനകത്ത് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോളൻ ഗ്രെയിൻ തന്നെ വീണ് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യില്ല, ജെർമിനേഷൻ നടക്കില്ല, ഒരു സംഭവമാണ്. അപ്പോൾ വേറെ ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാനാണ്. പിന്നെ മൊണീഷ്യസ് ഡൈഷ്യസ്, ഇതൊന്നും ഞാൻ സ്റ്റാർ കാറ്റഗറിയിൽ പെടുത്തുന്നില്ല, ചോദിച്ചിട്ടുണ്ട്. എമാസ്കുലേഷന് അതൊക്കെ അതിനകത്ത് വേണമെങ്കിൽ ചോദിക്കാം എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് സ്റ്റാറിൽ ഞാൻ പെടുത്തുന്നത് പറയാം. പിന്നീട് ഇതിനകത്ത് നമ്മളിപ്പം സിംഗാമി ട്രിപ്പിൾ ഫ്യൂഷനൊക്കെ ചോദിക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ ഇതിനകത്ത് പ്രീവിയസ് ചോദിച്ചതാട്ടോ, ഇതെല്ലാം പ്രീവിയസ് ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സ്റ്റാർ എന്ന് പറയുന്നില്ലെങ്കിലും ഏറ്റവും ഈ ഒരു ഫാൾസ് ഫ്രൂട്ട് കാറ്റഗറി എന്താണ്, ഒരു 3 സ്റ്റാർ കാറ്റഗറിയിലാണ്. പഠിച്ചു പോയിക്കോളൂ. ട്രൂ ഫ്രൂട്ടും ഫാൾസ് ഫ്രൂട്ടും ഒക്കെ കണ്ടില്ലേ വന്നിട്ടുണ്ട്, അതിനകത്ത് വീണ്ടും വീണ്ടും വന്ന് കാണാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, അതൊരു 3 സ്റ്റാർ കാറ്റഗറി തന്നെയാണ്, പഠിച്ചു പോയിക്കോളൂ. പിന്നെ ബനാന, അതിന് എക്സാമ്പിൾ സംഭവങ്ങളൊക്കെ. പിന്നെ ഇതൊക്കെ 1 മാർക്ക് കാറ്റഗറിയാണ്, അതൊക്കെ നോക്കി പോവുക നിങ്ങൾ. പിന്നീട് ഇതിനകത്ത് പോകുമ്പം എൻഡോസ്പേം ന്യൂക്ലിയസ് ഒക്കെ വീണ്ടും വീണ്ടും ചോദിച്ചത് കാണാം, ഒരു 2 സ്റ്റാർ കാറ്റഗറിയിലോട്ട് പെടുത്താം. പിന്നെ ഇതിനകത്ത് ഫാൾസ് ഫ്രൂട്ടൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അപ്പോൾ ഫാൾസ് ഫ്രൂട്ട്, ട്രൂ ഫ്രൂട്ട് നോക്കി പോയിക്കോളൂ. പിന്നെ ഈ ഒരു സീഡിൻ്റെ ഡയഗ്രാം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഒത്തിരി വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കാണ്ട് പോകണ്ട. പിന്നെ ഈ ഒരു സംഭവം ഇത് ഭയങ്കര 5 സ്റ്റാർ കാറ്റഗറിയാണ് ഇതിൽ. സോ ഇതിൽ 5 സ്റ്റാർ ആണ്, നോക്കാണ്ട് പോകണ്ട. കണ്ടില്ലേ, ഒത്തിരി 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 ഈ ഒരു സംഭവം ഡയഗ്രാംസ് ഒക്കെ ഞാനൊരു 4 സ്റ്റാർ 5 സ്റ്റാർ തന്നെയാണ് പറയുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ, ഇതിനകത്ത് പഠിക്കാനേ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ റീസെൻറ്റ് കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, വേണമെങ്കിൽ റിപ്പീറ്റ് അടിക്കാം കേട്ടോ ഈ അപ്പോമിക്സിസ്. അപ്പോൾ അത് നോക്കി പോയിക്കോളൂ. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിലോട്ട് വരുമ്പോൾ ഇവിടെ ഭയങ്കര 5 സ്റ്റാർ 4 സ്റ്റാർ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു 1 മാർക്ക് കാറ്റഗറിയാണ്. ഇമോഫിലിയൊക്കെ 5 സ്റ്റാറിൽ തന്നെ പെടുന്നതാണ്. ഇത് ഒരു 5 സ്റ്റാർ കാറ്റഗറിയാണ് കേട്ടോ. ഇത് ഈ ഒരു നമ്മുടെ പെഡിഗ്രി അനാലിസിസിൻ്റെ ഓരോ സ്ക്വയറുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് അത് പഠിച്ചു പോയിക്കോളൂ. പിന്നെ ഇത് 5 സ്റ്റാർ ആണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അതിൻ്റെ റേഷ്യോ സംഭവങ്ങൾ. ഇതൊരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിക്കാണ്ട് പോകണ്ട. പിന്നെ ഇതിനകത്ത് സ്റ്റാർ കാറ്റഗറിയിലോട്ട് ഞാൻ പെടുത്തുമ്പം ഇതൊരു 5 സ്റ്റാർ ആണ്. ഓരോന്നിൻ്റെയും ഡൗൺ സിൻഡ്രം, ടെർണർ സിൻഡ്രം, ഫിനൈൽ കീറ്റനൂറിയ അതിൻ്റെ സംഭവങ്ങൾ പഠിച്ചു പോയിക്കോളൂ കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ 1 മാർക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാറ്റഗറി തന്നെയാണ്. ഡൗൺ സിൻഡ്രോവും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ഇതൊരു 4 സ്റ്റാർ കാറ്റഗറി 5 സ്റ്റാർ കാറ്റഗറി പെടുന്നത് തന്നെയാണ്, ഓരോ ബ്ലഡ് ഗ്രൂപ്പിൻ്റെയും ഫീച്ചേഴ്സ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞു. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു, ഹീമോഫിലിയ അതൊക്കെ എക്സ് കാറ്റഗറി, സെക്സ് ലിങ്ക്ഡ് സംഭവങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനെ കാരിയോടൈപ്പ് സംഭവങ്ങൾ. പിന്നെ ഇതൊരു 4 സ്റ്റാർ കാറ്റഗറിയാണ്. ഇതിനകത്ത് സിക്കിൾ സെൽ അനീമിയയുടെ പോയിന്റ് മ്യൂട്ടേഷൻ എവിടെയാണ് എന്നുള്ളത് അത് പഠിച്ചു വെച്ചോളൂ, ഈ ഒരു ക്വസ്റ്റിനും. അതുപോലെ തന്നെ ഇതൊക്കെ ഇപ്പോൾ റീസെൻറ്റ് വരെ റിപ്പീറ്റ് വന്നതാണ് ഈ ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട്. ഇത് അതിൻ്റെ അല്ലാതെ കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ എഴുതിയതാണ് ഇവിടെ ഞാൻ. ഈ ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ചെയ്തോളൂ, ഇതിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്നാപ് ഡ്രാഗൺ ഒക്കെ നമ്മൾ പറഞ്ഞു, സിക്കിൾ സെൽ അനീമിയയുടെ പിക്ചർ കാര്യങ്ങൾ, അതിൻ്റെ മ്യൂട്ടേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു പോയിക്കോളൂ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാട്ടോ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ സംഭവങ്ങളാണ്, റിപ്പീറ്റ് വരുന്നത് കാണാൻ സാധിക്കും. പിന്നീട് ഇതിനകത്ത് ഈ ഒരു ക്രോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റുമെങ്കിൽ അതിൻ്റെ റേഷ്യോ, മെൻഡേലിയൻ റേഷ്യോ നോക്കി പോയിക്കോളൂ, ചിലപ്പം ചോദിക്കാം. ഒരു ഭയങ്കര 5 സ്റ്റാർ പറയുന്നില്ലെങ്കിലും മേ ബി ചോദിക്കാം. പിന്നെ ഇതിനകത്ത് ഈ ക്രോസ് ഒക്കെ നോക്കി പോയിക്കോളൂ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഈ ഒരു ഡയഗ്രാം ഇപ്പം റീസെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, മാർച്ച് 2024 അതുപോലെ തന്നെ മോഡലിനും ഒക്കെ അതിനകത്ത് റീസെൻ്റ് ആയിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചു പോയിക്കോളൂ കേട്ടോ. ഏതൊക്കെയാണ് ഓട്ടോസോമൽ റെസസീവ്, സെക്സ് ലിങ്ക്ഡ് റെസസീവ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അത് നോട്ട് ചെയ്ത് പോയിക്കോളൂ, ഓട്ടോസോമൽ ഡോമിനൻറ്റും സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാറ്റഗറി തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം അത് തന്നെയാണ്, ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ്, ഇപ്പോൾ ഡൗൺ സിൻഡ്രം ആണെങ്കിലും ക്ലൈനിഫെൽറ്റേഴ്സ് ആണെങ്കിലും ടർണേഴ്സ് ആണെങ്കിലും ഇതൊക്കെ ആ റിപ്പീറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ നിന്ന് ഏറ്റവും 5 സ്റ്റാർ എന്ന് പറയുന്നത് ആ സിൻഡ്രവും, പിന്നെ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ, പിന്നെ ഓട്ടോസോമൽ ഡോമിനൻ്റ് റെസസീവ് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളത്, ആ സംഭവങ്ങളൊക്കെ. പിന്നെ
സ്നാപ്ഡ്രാഗൻ്റെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, പിന്നെ മെൻഡേലിയൻ ആ ഒരു ക്രോസ്, മോണോ ഹൈബ്രിഡ്, ഡൈഹൈബ്രിഡ് അധികം ചോദിച്ചിട്ടില്ല. എന്നിരുന്നാലും അതൊക്കെ നോക്കിക്കോളൂ. മോളിക്കുലാർ ബേസിസിലോട്ട് വരുമ്പോൾ സെൻട്രൽ ഡോഗ്മ, ഈ ലാക്കോപ്രോണ്, ഇൻഡ്യൂസർ ഏതാണ്, റെപ്രസർ പ്രോട്ടീൻ സംഭവങ്ങൾ അതൊക്കെ പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒ എന്താണ്, പി എന്താണ്. ദെൻ പിന്നീട് ഇതിനകത്ത് ചോദിക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുമ്പം കോഡോണുകൾ, സ്റ്റോപ്പ് കോഡോൺ, ഇനീഷ്യേറ്റർ കോഡോണുകളൊക്കെ നോക്കിപ്പോയിക്കോളൂ. പിന്നെ ഇതൊക്കെ അതിനകത്ത് വേണമെങ്കിൽ ചോദിക്കാവുന്ന കാറ്റഗറി തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പം ഇതിനകത്ത് ഹർഷീസ് ചേസ് എക്സ്പെരിമെൻ്റ് സംഭവങ്ങൾ, അതിലെ സ്റ്റെപ്പുകളൊക്കെ റീസെൻറ്റ് ഇപ്പം കഴിഞ്ഞ 2025 നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഡയഗ്രാംസ് ഒക്കെ നോക്കിപ്പോയിക്കോളൂ കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതിനകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് സൾഫർ 35 ആയിട്ട് വരുമ്പോഴും ഫോസ്ഫറസ് 32 ആയിട്ട് വരുമ്പോഴും അതിനകത്ത് DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന സംഭവം, ഫോസ്ഫറസുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇത് ഭയങ്കര 5 സ്റ്റാർ ആട്ടോ. ഹെട്രോഗാമിറ്റി അത് പഠിക്കാണ്ട് നിങ്ങൾ പോകണ്ട. ഹെട്രോഗാമിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഹെട്രോഗാമിറ്റി വീണ്ടും മെയിൽ ഹെട്രോഗാമിറ്റിയും ഫീമെയിൽ ഹെട്രോഗാമിറ്റിയും ഒക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ആ ഒരു രീതിയിൽ ഇങ്ങനെയും ചോദിക്കാം, സെക്സ് ഓഫ് ദ ചൈൽഡ് ഡിറ്റർമൈൻ ബൈ ഫാദർ ആണ്, എങ്ങനെയാണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെട്രോഗാമിറ്റി മെയിൽ ഫീമെയിൽ ഒക്കെ ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞു പോവുകയാണ്. സെൻട്രൽ ഡോഗ്മ ഇത് 5 സ്റ്റാർ ആട്ടോ. ഇത് സംഭവം 1-2 മാർക്കിന് ആണെങ്കിലും ഇത് 5 സ്റ്റാർ ആണ്. ഈ ഒരു ഡയഗ്രാം സംഭവങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഫില്ല് ചെയ്യാൻ ചോദിക്കും. പിന്നെ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് മസ്റ്റാണ്, പഠിച്ചു പോയിക്കോളൂ കേട്ടോ. 2-3 മാർക്ക് കിട്ടും. പിന്നെ അതിനകത്ത് അത് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ട്രാൻസ്ക്രിപ്ഷൻ്റെ ഈ ഡയഗ്രാം ഭയങ്കര ഒരു 5 സ്റ്റാർ കാറ്റഗറിയാണ് കേട്ടോ. ഇതിൽ DNA ഫിംഗർ പ്രിൻറ്റിങ് ഈ ഡയഗ്രാം ഒക്കെ 5 സ്റ്റാർ ആണ്. നോക്കാണ്ട് പോകേണ്ട. സെൻട്രൽ ഡോഗ്മ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹർഷി ചേസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രിഫിത്ത് എക്സ്പെരിമെൻ്റ് അതൊക്കെ വേണമെങ്കിൽ 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നതാട്ടോ. ഗ്രിഫിത്തിൻ്റെതാ ഒരുപാട് ഗ്രിഫിത്തിൻ്റെ വന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് പഠിക്കാണ്ട് പോകണ്ട. പിന്നെ കോഡോണുകൾ ഏതൊക്കെയാണ് ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ നൈട്രജൻ ബേസസ് ഒക്കെ വേണമെങ്കിൽ അഡിനിൻ അതൊക്കെ ചോദിക്കാം. ഇത് ഭയങ്കര 5 സ്റ്റാർ ആട്ടോ. ഇത് നോക്കാണ്ട് പോകണ്ട. ഇതിൻ്റെ ഡയഗ്രാം മാർക്ക് ചെയ്യാൻ സംഭവങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, 5 സ്റ്റാർ ആണ്. പിന്നെ യൂക്രോമാറ്റിൻ ഹെട്രോക്രോമാറ്റിൻ വ്യത്യാസമൊക്കെ ചോദിക്കാം. പിന്നെ ഇതൊക്കെ ഞാൻ സ്റ്റാർ കാറ്റഗറിയിൽ പെടുത്തുന്നില്ല, മുമ്പ് ചോദിച്ചതാണ്. ഇതൊരു 4 സ്റ്റാർ കാറ്റഗറി, ഒരു 5 സ്റ്റാറിലോട്ട് പെടുത്താവുന്ന കേട്ടോ. റിപ്ലിക്കേഷനും അതിലെ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്സ് സംഭവങ്ങളൊക്കെ മാർക്ക് ചെയ്യാനോ അറിഞ്ഞിരിക്കാനോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ. പിന്നീട് ഇതിനകത്ത് ചോദിക്കാവുന്ന അതിനകത്ത് ഡ്രോസോഫിലെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു, ഇതൊരു 3 സ്റ്റാർ 4 സ്റ്റാർ ആണ്. അപ്പോൾ പഠിച്ചു പോയിക്കോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അപ്പോൾ അതിന് ഞാൻ എഴുതിയിട്ടുണ്ട് ഡ്രോസോഫിലെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു. പിന്നെ ഇതിനകത്ത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ്റെ സ്റ്റെപ്പുകളൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. പിന്നീട് ഇതിനകത്ത് ഇതൊക്കെ ഇതിനകത്ത് എന്താ പറയുക, കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് പഠിച്ചു പോയിക്കോളൂ കേട്ടോ. ഈ സംഭവം എലിയിലോട്ട് ഇഞ്ചെക്ട് ചെയ്തപ്പോഴുള്ള സംഭവം. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇതിനകത്ത് ഇത് ഈ ഡയഗ്രാംസ് ഞാൻ പറഞ്ഞല്ലോ, ഈ ചാപ്റ്ററിൽ ഡയഗ്രാംസ് ഏത് വേണമെങ്കിലും ഒരു 5 സ്റ്റാറിൽ 4 സ്റ്റാറിൽ പെടുത്താവുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു പോയിക്കോളൂ. പിന്നീട് ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇതെല്ലാം ഇതിനകത്ത് പറഞ്ഞതാണ്. പിന്നെ ഇത് 1 മാർക്കിന് വരാം കേട്ടോ. 1 മാർക്ക് കാറ്റഗറിയിൽ ഒരു നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ TRNA മോളിക്യൂൾ സ്ട്രക്ചർ സംഭവങ്ങളൊക്കെ നോക്കി വെച്ചോളൂ, ഇത് നമ്മൾ പറഞ്ഞു. പിന്നീട് ഇതിനകത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് നോക്കണ്ട. ഇതൊക്കെ ഇതിനകത്ത് ലാക്കോപ്രോണ്, ട്രാൻസ്ക്രിപ്ഷൻ്റെ ഡയഗ്രാം, പിന്നെ അതൊക്കെ 5 സ്റ്റാർ ആട്ടോ. ന്യൂക്ലിയോസോമോ ഒക്കെ ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് വീണ്ടും വീണ്ടും വന്നത് കാണാൻ സാധിക്കും. സോ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത കാറ്റഗറിയിലോട്ട് പോകാം. UTR എന്താണ്, പിന്നെ സയൻറ്റിസ്റ്റുകളുടെ പേരുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. അതൊക്കെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിനകത്ത് ഇതൊക്കെ ചോദിക്കാം, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് നോക്കി പോകുക. പിന്നെ ഇതിനകത്ത് UTR എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇതൊക്കെ പിന്നെ ഗ്രിഫിത്ത് നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ന്യൂക്ലിയോസോം, സെൻട്രൽ ഡോഗ്മ, പിന്നെ ഗ്രിഫിത്ത്, പിന്നെ ഹർഷി ചേസ് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ മിസൽസൺ സ്റ്റാൾ സെമി റിപ്ലിക്കേറ്റീവ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഡയഗ്രാം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പം ആ ഒരു സംഭവങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇനി എവല്യൂഷനിലോട്ട് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹോമലോഗസ്, അനലോഗസ്. പിന്നെ ഈ ഒരു മനുഷ്യൻ്റെ നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ്റെ സ്റ്റെപ്പുകൾ അതിനകത്ത് ഓരോ ഡ്രയോപിത്തിക്കസ്, ഓസ്ട്രോപിത്തിക്കസ്, രാമാപിത്തിക്കസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. പിന്നെ അതിനകത്ത് അഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എവല്യൂഷനിലെ മസ്റ്റാണ്, ഭയങ്കര 5 സ്റ്റാർ കാറ്റഗറി ആട്ടോ. എവല്യൂഷനിൽ ഇതൊരു 5 സ്റ്റാർ ആണ്, ഇതൊരു 5 സ്റ്റാർ ആണ്.
അപ്പോൾ എവല്യൂഷൻ നോക്കുമ്പം ഇതിനകത്ത് ഇതൊക്കെ നോക്കി പോവുക. ദെൻ പിന്നെ അനലോഗസ് ഹോമലോഗസ് ഭയങ്കര 5 സ്റ്റാറാണ്. ഇതിനകത്ത് എന്താ പറയുക 5 സ്റ്റാറിന് അപ്പുറം ഒരു സ്റ്റാറാണത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നോക്കി പോവുക, അനലോഗസ് ഹോമലോഗസ് സംഭവങ്ങൾ. പിന്നെ ഇതിനകത്ത് ഞാനിതിനകത്ത് അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഹോമലോഗസ്. പിന്നെ അഡാപ്റ്റീവ് റേഡിയേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. 4 സ്റ്റാർ കാറ്റഗറി 5 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ എന്താ പറയുക ഇതിനകത്ത് ഒരു ഡയഗ്രാം ഉണ്ട്, അതുകൂടി നോക്കി പോകും കേട്ടോ. ഇതിനകത്ത് ഞാൻ എവല്യൂഷനിൽ കുറച്ചുകൂടി അധികം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യും. അപ്പോൾ അതിനകത്ത് എവല്യൂഷനിൽ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മില്ലേഴ്സ് എക്സ്പെരിമെൻറ്റിൻ്റെ ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് അതിനകത്ത് ഒപാരിൻ ഹാൽഡെയിൻ ഹൈപ്പോതസിസ്, പിന്നെ ബിഗ് ബാങ് തിയറി അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് ഇൻഡസ്ട്രിയൽ മെലാനിസം, അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ അത് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻഡസ്ട്രിയൽ മെലാനിസം, മോത്ത്, ഡാർക്ക് കളേർഡ് മെലാനിക് മോത്തും വൈറ്റ് കളേർഡ് മോത്തും സംഭവങ്ങൾ, അതിൻ്റെയൊക്കെ സംഭവങ്ങൾ. പിന്നീട് അതിനകത്ത് ഹ്യൂമൻ എവല്യൂഷൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് കുറച്ച് 1 മാർക്കിൻ്റെ തൈറാനോസോറസ് റെക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളുണ്ട് അതിനകത്ത്. പിന്നെ തൈറാനോസോറസ്, പിന്നെ അതുപോലെ തന്നെ പാലിയൻറ്റോളജി എന്താ, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കാം. അങ്ങനെയൊക്കെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഇതിനകത്ത് എവല്യൂഷനുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോ ചെയ്യാം. പിന്നെ ഇതിനകത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ എവല്യൂഷനിൽ കൂടുതലും 5 സ്റ്റാർ ക്വസ്റ്റ്യനുകളാണ് വെച്ചിട്ടുള്ളത്. അതെല്ലാത്തതും നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് അലർജി റെസ്പോൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ചോദിക്കാം, അലർജി അതിൻ്റെ സംഭവം. പിന്നെ HIV എയ്ഡ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിൻ്റെ ടെസ്റ്റ് എന്താണ്, എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ബാരിയേഴ്സ് ഭയങ്കര, ഇത് 5 സ്റ്റാർ കേട്ടോ. ഇതിൽ എയ്ഡ്സും ബാരിയറുമാണ് ഇതിനകത്ത് 5 സ്റ്റാർ. പിന്നെ ഇതിനകത്ത് എവല്യൂഷനിൽ അഡാപ്റ്റീവ് റേഡിയേഷനും അതുപോലെ തന്നെ മാർസുപ്പിയൽ പ്ലാസൻ്റൽ മാമൽസിൻ്റെ റേഡിയേഷൻ ആ സംഭവങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്താണ്, അതിനെ ബാരിയേഴ്സ് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് വരുന്നത് ഓരോ അസുഖങ്ങളും അതുണ്ടാക്കുന്ന അതിൻ്റെ ലക്ഷണങ്ങൾ, അതുണ്ടാക്കുന്ന വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ എന്താ പറയുക ഏതാണോ പാത്തജൻ എന്നുള്ള രീതിയിൽ. ഇതിനകത്ത് പ്രോട്ടോസോവയാണെങ്കിൽ അത് അങ്ങനെ, ഫംഗസ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അതൊക്കെ നമ്മളതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യനുകൾ ആ രീതിയിൽ വന്നിട്ട് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി പാസീവ് ഇമ്മ്യൂണിറ്റി വ്യത്യാസം, വാക്സിനേഷൻ്റെ പ്രിൻസിപ്പിൾ സംഭവങ്ങൾ ചോദിക്കും. പിന്നെ ഇതിനകത്ത് എങ്ങനെ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ് കൺട്രോൾ പ്രിവെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് സംഭവങ്ങൾ അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ഒരു ഭയങ്കര സ്ഥിരമായിട്ട് ചോദിക്കുന്നില്ല. എന്താ പറയുക ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെയൊക്കെ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്താണ് അല്ലെങ്കിൽ ലോങ് ടേം എഫക്റ്റ് എന്താണ് ചോദിക്കാറുണ്ട്. എയ്ഡ്സ് സംഭവങ്ങളൊക്കെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് നമ്മൾ പറഞ്ഞു. ഇത് ഭയങ്കര 5 സ്റ്റാർ കാറ്റഗറി കേട്ടോ ആൻറ്റിബോഡിയുടെ. അപ്പോൾ ഇതിനകത്ത് 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിബോഡി ഒരു 5 സ്റ്റാറാണ്. പിന്നെ ക്യാൻസറിൻ്റെ സംഭവം റീസെൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു 5 സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബാരിയേഴ്സ് ഭയങ്കര 5 സ്റ്റാർ കേട്ടോ, അത് നോക്കിപ്പോയിക്കോളൂ. പിന്നെ ഇതിനകത്ത് ആക്റ്റീവും പാസീവും ഒക്കെ ചോദിക്കാം ഒരു 3 സ്റ്റാർ കാറ്റഗറിയിൽ. പിന്നെ ഓരോ രോഗങ്ങളും അതിൻ്റെ രോഗാണു സംഭവങ്ങൾ അതൊരു 5 സ്റ്റാർ ആട്ടോ, അതെപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ടൈഫോയിഡിൻ്റെ വിഡാൽ ടെസ്റ്റ് സംഭവങ്ങൾ, കൺഫർമേറ്ററി ടെസ്റ്റ്. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ ആൻറ്റിബോഡിയുടെ ഡയഗ്രമാണ് കേട്ടോ, അവിടെ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇത് എക്സ്പാൻഷനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിപ്പോയിക്കോളൂ. ഇത് ഒരു 5 സ്റ്റാർ ആട്ടോ. ഇതിനകത്ത് എങ്ങനെ HIV തടയാം എന്നുള്ളതും ഒരു 5 സ്റ്റാർ ആണ്. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ നമ്മളതിനകത്ത് ഒരുപാട് സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാം, അവോയ്ഡ് അൺഡു പിയർ പ്രഷർ എന്ന് പറഞ്ഞിട്ട് സംഭവം. പിന്നെ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽ ഹെൽപ്പ് സംഭവങ്ങൾ, അതൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നീട് അതിനകത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഇനിയെല്ലാം പറഞ്ഞതാണ് വരുന്നത്. ഓക്കെ. പിന്നീട് ഇതിനകത്ത് ഓരോ മലേറിയയുടെ ലക്ഷണങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ, ടൈഫോയിഡിൻ്റെ മലേറിയയുടെ ഒക്കെ സിംറ്റംസ് അതൊക്കെ ചോദിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പിന്നെ നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. ന്യൂമോണിയ, ടൈഫോയിഡ്, അതിൻ്റെ ലക്ഷണങ്ങൾ, ബാരിയേഴ്സ്, ഇതൊക്കെ സെയിം റിപ്പീറ്റ് ആണ് കേട്ടോ. പിന്നെ ക്യാൻസർ, ബിനൈന്, മാലിഗ്നൻ്റ്, അതിൻ്റെ വ്യത്യാസം സംഭവങ്ങളൊക്കെ ചോദിക്കാം, പഠിച്ചു വെച്ചോളൂ. പിന്നീട് ഇതൊന്നും സ്റ്റാറിൽ ഞാൻ പെടുത്തുന്നില്ല. വാർണിംഗ് സൈൻസ് ഓഫ് ആൽക്കഹോൾ യൂസ് സാരം അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഓപ്പിയോയിഡിൻ്റെ ഇത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓപ്പിയോയിഡ് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, ഹെറോയിൻ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഓപ്പിയോയിഡ്സ് ഏത് കാറ്റഗറിയിൽ നിന്നാണ് വരുന്നത്, അത് എവിടെയാണ് അതിൻ്റെ ആക്ഷൻ, കനാബിസ്, മരിജുവാന ആഷിഷ് ഒക്കെ എവിടെ നിന്നാണ്, ഏത് ചെടിയിൽ നിന്നാണ്, പിന്നെ കൊക്കൈൻ ഏത് ചെടിയിൽ നിന്നാണ്, എറിത്രോസൈലം, കൊക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പഠിക്കണം. പിന്നെ അതിനകത്ത് ഇതൊക്കെ പറഞ്ഞു തന്നെയാണ്. ഓക്കെ. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ വരുമ്പോൾ ഇതാണ് ഇതിലെ 5 സ്റ്റാർ.
ഇത് നിങ്ങൾ എല്ലാ സംഭവത്തിനകത്ത് ആസ്പെർജില്ലസ് നൈജർ എന്താ ഉണ്ടാക്കുന്നത്, ഇത് ഒരുപാട് ചോദിക്കേണ്ട. കൊളോസ്ട്രീഡിയം ബ്യൂട്ടൈലിക് ആസിഡ്, ആസ്പെർജില്ലസ് നൈജർ, സിട്രിക് ആസിഡ്, അസറ്റോബാക്ടർ അസറ്റിക് ആസിഡ്, ലാക്ടോബസില്ല ഇത് ഭയങ്കര വൈസ്റ്റാറാട്ടോ. ഇതിൽ എപ്പോഴും ചോദിക്കുന്നത് കാണാൻ സാധിക്കും. പിന്നെ ബേക്കേഴ്സ് ഈസ്റ്റ് ഏതാണ്, അതിനകത്ത് നിങ്ങൾക്കറിയാം സക്കാറോമൈസസ് സെർവീസിയെ. പിന്നെ ഇതിനകത്ത് സൈക്ലോസ്പോറിൻ എ ഡേ സ്ട്രെപ്റ്റോകൈനേസ്, ഇതൊരു 5 സ്റ്റാർ ആട്ടോ. ഇതിൻ്റെ യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെച്ചോളൂ. പിന്നെ ഇതും ഇതിനകത്ത് 5 സ്റ്റാർ കാറ്റഗറി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതും ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ പെടുന്നതാണ്, പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കാറ്റഗറി ഒക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും വരുന്നത്. പിന്നെ ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ഇതിനകത്ത്. പിന്നീട് തന്നെ ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞതാണ്. BOD പഠിച്ചു വെച്ചോളൂ കേട്ടോ. BODയുടെ ഡെഫിനേഷൻ സംഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബേക്കേഴ്സ് ഈസ്റ്റ്, ബ്രൂവേഴ്സ് ഈസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാറ്റഗറിയിൽ തന്നെയാണ്. പിന്നീട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതൊക്കെ ഇതിനകത്ത് 1 മാർക്ക് കാറ്റഗറി വരുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതൊക്കെയാണ്. ബയോടെക്നോളജിയിലോട്ട് വരുമ്പം ഇതിനകത്ത് ഇത് ഭയങ്കര 5 സ്റ്റാർ ആട്ടോ. ബയോളിസ്റ്റിക്സ്, ജീൻ കൺ മെത്തേഡൊക്കെ. പിന്നെ ഇതിനകത്ത് ഇതതിൽ പറഞ്ഞത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു 4 സ്റ്റാർ 5 സ്റ്റാറിൽ വിടുന്നതാണ്. പിന്നെ ഇത് ഇപ്പം റീസെൻ്റ് ആയിട്ട് ചോദിച്ചതാണ്. അഗ്രോ ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്, പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ഇത് വരാറുണ്ട്, നോക്കി വെച്ചോളൂ, പഠിച്ചോളൂ. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിനകത്തൊരു 4 സ്റ്റാർ 5 സ്റ്റാർ കാറ്റഗറിയിലാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ബയോ റിയാക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ആ 2 ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവം ഇതിനകത്ത് വരുന്നത് ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ബോട്ടണിയിൽ തന്നെ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് ഈ സംഭവമാണ്. അതുകൊണ്ട് നോക്കിപ്പോയിക്കോളൂ. PCR അതിൻ്റെ സ്റ്റെപ്പ് സംഭവങ്ങൾ. പിന്നെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ടാക്ക് പോളിമറൈസ്, തെർമസ് അക്വാട്ടിക്കസ് ഒരു 5 സ്റ്റാർ ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും അതിനകത്ത് തന്നെ ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് എക്സോന്യൂക്ലിയസ്, എൻഡോന്യൂക്ലിയസ് ഇതൊക്കെ ഒരു 4 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യനാണ്, പഠിക്കാണ്ട് പോകണ്ട. പിന്നീട് ഇതിനകത്ത് അതിൻ്റെ ഇത് ഭയങ്കര 5 സ്റ്റാർ ആട്ടോ. ഇതിനകത്ത് സെലക്ടബിൾ മാർക്കേഴ്സ്, ആംബിസിലിൻ റെസിസ്റ്റൻസ്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീന് സംഭവങ്ങൾ, ഒറിയുടെ സിഗ്നിഫിക്കൻസ് സംഭവങ്ങൾ അത് പഠിച്ചു പോയിക്കോളൂ. പിന്നെ ഇതൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ. പിന്നീട് ഇതിനകത്ത് 5 സ്റ്റാർ കാറ്റഗറിയിലോട്ട് വരുമ്പം ഇത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, വീണ്ടും ഇത് ഭയങ്കര 5 സ്റ്റാർ ആട്ടോ. ഇതെന്താണ് സംഭവങ്ങൾ, എങ്ങനെ DNA വിഷ്വലൈസ് ചെയ്യാം, സംഭവങ്ങൾ എഥീഡിയം ബ്രോമൈഡ് അതൊക്കെ പഠിച്ചു വെച്ചോളൂ. ബയോളിസ്റ്റിക്സ്, മൈക്രോ ഇഞ്ചക്ഷന് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് പാലിൻഡ്രോമിക് സീക്വൻസ് ചോദിക്കാറുണ്ട്, അറിഞ്ഞു വെച്ചോളൂ. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനിയെല്ലാം അങ്ങോട്ട് എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് 5 സ്റ്റാർ നമുക്ക് നമ്മൾ പറഞ്ഞു. 5 സ്റ്റാർ അപ്പോൾ PCR, ജെൽ ഇലക്ട്രോഫോറസിസ്, പിന്നെ ഗൺ ബയോളിസ്റ്റിക്സ്, ജീൻ ഗൺ മെത്തേഡുകൾ, പിന്നെ ബാക്ടീരിയൽ സെല്ലിനെ എങ്ങനെ കോമ്പിറ്റൻ്റ് ആക്കാം, അതൊക്കെയാണ് ഇതിനകത്ത് 5 സ്റ്റാർ വരുന്നത്. പിന്നെ മറ്റേത് ബയോ റിയാക്ടേഴ്സ് സംഭവങ്ങൾ. പിന്നെ നമ്മുടെ PCR പറഞ്ഞല്ലോ അല്ലേ, ഓക്കെ. ദെൻ പിന്നെ എക്സോന്യൂക്ലിയസ്, എൻഡോന്യൂക്ലിയസ് വ്യത്യാസങ്ങൾ സംഭവം. ദെൻ അതൊക്കെ തന്നെ വീണ്ടും ചോദിക്കുന്നത് കാണാൻ സാധിക്കും. PCR ഇതെല്ലാം വീണ്ടും ചോദിക്കുന്നതാണ്. പിന്നെ ഇതെല്ലാം റിപ്പീറ്റ് ആണ് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിനകത്ത് ഏതാണെന്ന്. പിന്നെ ഇതിനകത്ത് ഓക്കെ. അപ്പോൾ നമ്മളിനി നമ്മുടെ ഇനി നമ്മളിപ്പം അത് ബയോടെക്നോളജി ആപ്ലിക്കേഷനാണ് കേട്ടോ. ഇവിടെ ഞാൻ ഇതിനകത്ത് ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജിയാണ് ഇനി അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ റോസി സംഭവങ്ങൾ, ആൽഫ-1 ആൻറ്റി ട്രിപ്സിൻ, എംഫിസിമ അതൊക്കെ മാച്ച് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷന്, മൈക്രോ പ്രൊപ്പഗേഷൻ അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്, പഠിച്ചു വെച്ചോളൂ. പിന്നീട് ഇതിനകത്ത് ഇത് ഭയങ്കര ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. PCR, ELISA, അതായത് 3 മെത്തേഡുകൾ, ഏർലി ഡിറ്റക്ഷൻ ഓഫ് ഡിസീസിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ. അപ്പോൾ അത് പഠിച്ചോളൂ. റീകോമ്പിനൻ്റ് DNA ടെക്നോളജി സംഭവങ്ങൾ. പിന്നെ എന്താണ് ട്രാൻസ്ജെനിക് അനിമൽസ്, ബയോ പൈറസി അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് ഭയങ്കര ഒരു പഠിച്ചു വെച്ചോളൂ. ഈ ചാപ്റ്ററിന് ഭയങ്കര ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാണ്ട് പോകണ്ട. GMO. പിന്നെ ഇതിനകത്ത് പഠിക്കേണ്ടത് എലി ലില്ലി, എപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു 4 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. എലി ലില്ലി അവരെങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കിയത്, ഇത് നമ്മൾ പറഞ്ഞു. ഇതൊരു 3 സ്റ്റാർ 4 സ്റ്റാറിൽ വരുന്നത് തന്നെയാണ്, പഠിച്ചു പോയിക്കോളൂ. GEACയുടെ സംഭവങ്ങൾ. പിന്നീട് അതിനകത്ത് പോകുമ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാറ്റഗറിയാണ്. ബാസില്ലസ് തുരിഞ്ചിയൻസിൻ്റെ ആക്ഷൻ, അത് ഭയങ്കര ഒരു 5 സ്റ്റാറിലാട്ടോ, എപ്പോഴും ചോദിക്കാം. പിന്നെ ഇതിനകത്ത് അതൊക്കെ ഇതന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. ദെൻ പൊമാറ്റോ അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇത് ഭയങ്കര 5 സ്റ്റാർ കേട്ടോ. ജീൻ തെറാപ്പി ADA ഡെഫിഷ്യൻസി അത് പഠിച്ചു പോയിക്കോളൂ. പിന്നീട് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്
അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയിൽ വരുന്നത്. ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. ബാസില്ലസ്, പിന്നെ RNA ഇൻ്റർഫറൻസ് ഒക്കെ വേണമെങ്കിൽ ഷോർട്ട് നോട്ട് ചോദിക്കാം കേട്ടോ. ബയോ റിയാക്ടറൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഇതിനകത്ത് ജീൻ തെറാപ്പി സംഭവങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു. അല്ല റിപ്പീറ്റാണ് ഇതിനകത്ത്. പിന്നെ എന്തിനാണ് ട്രാൻസ്ജനിക് അനിമൽസിൻ്റെ യൂസ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇതെല്ലാം നമ്മൾ പറഞ്ഞ സംഭവങ്ങളാണ്. മൈക്രോ പ്രൊപ്പഗേഷനും ടോട്ടിപ്പൊട്ടൻസി ചോദിക്കാം കേട്ടോ. നോക്കിക്കോളൂ. ട്രാൻസ്ജനിക് അനിമൽ യൂസൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലോട്ട് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ഇൻട്രാക്ഷനും അമൻസാലിസം, കമൻസാലിസം, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇപ്പോൾ റീസെൻറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കി വെച്ചോളൂ. പിന്നെ ഈ ഒരു എന്താ പറയുക, ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ റീസെൻറ്റ് കഴിഞ്ഞ വർഷം വന്നതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാനും സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, പോയിട്ട് കണ്ടോളൂ. പിന്നെ ഇതിനകത്ത് മ്യൂച്വലിസത്തിന് ഈ ഗ്രാഫ് ഇതൊരു 5 സ്റ്റാർ കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ഇതിൽ 5 സ്റ്റാറാണ്, നോക്കാണ്ട് പോകണ്ടേ. അതിനകത്ത് ഈ 2 ഗ്രാഫും വ്യത്യാസവും സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് K എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് എവിടെയോ അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ലാഗ് വന്നോ. പിന്നെ കമൻസാലിസം നമ്മൾ പറഞ്ഞു. ഫിഗ്, വാസ്പ് സംഭവങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞു. സോ പിന്നീട് അതിനകത്ത് പോകുമ്പം പിന്നെ ഈ ഒരു സംഭവം. അപ്പോൾ ഏതൊക്കെയാണ് പിറകോട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് സ്റ്റെക്ക് വന്നപ്പം അതിനകത്ത് ഇതെല്ലാം നമ്മൾ പറഞ്ഞതല്ലേ, അത് പറഞ്ഞതാണ്. ഓക്കെ. പിന്നെ ഇതിനകത്തെ ഓരോ റിലേഷനും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഓരോ എക്സാമ്പിളും അതിനകത്ത് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇത് ഭയങ്കര 5 സ്റ്റാർ കേട്ടോ, ഇത് നോക്കാണ്ട് പോകണ്ട. പിന്നെ ഇതിനകത്ത് മോർട്ടാലിറ്റി, അതിൻ്റെ സംഭവങ്ങൾ, ഡെഫിനിഷന് കാര്യങ്ങൾ, നാറ്റാലിറ്റി, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അങ്ങോട്ട് പോകുമ്പം അതിനകത്ത് ചെറുതായിട്ടൊരു പിന്നെ ഇതിനകത്ത് നമ്മൾ സ്റ്റാറിലൊന്നും പെടുത്തുന്നില്ല. സോ പിന്നീട് ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഗ്രാഫ്, പിന്നെ ഓരോ ഇൻട്രാക്ഷനും എക്സാമ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഡെഫിനിഷന് കാര്യങ്ങൾ. പിന്നീട് ഇതിനകത്ത് വരുന്നത് ഗ്രാഫ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ആട്രിബ്യൂട്ട്സ് ഒക്കെ ഏജ് പിരമിഡ് ചോദിക്കാറുണ്ട് കേട്ടോ, നോട്ട് വെച്ചോളൂ. റോൾ ഓഫ് പ്രെഡേറ്റേഴ്സ് ഒക്കെ ഒരു 2 സ്റ്റാർ കാറ്റഗറിയാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ചിലപ്പം ചോദിക്കാം. പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇതിനകത്ത് 5 സ്റ്റാർ കാറ്റഗറിയിൽ. എൻഡോ പാരസൈറ്റ്, എക്ടോ പാരസൈറ്റ് വേണമെങ്കിൽ ചോദിക്കാം, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇതെല്ലാം പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. പിന്നെ ഇതെല്ലാം റിപ്പീറ്റാണ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിപ്പം ഇതൊക്കെ റീസെൻ്റ് ചോദിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയി പറയുന്നതല്ലെങ്കിലും ചിലപ്പം വേണമെങ്കിൽ ചോദിക്കാം. ഇതിനകത്ത് ഇതെല്ലാം പറഞ്ഞു. ഗ്രാഫൊക്കെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് വരുന്നതാണ്. ബ്രൂഡ് പാരസൈറ്റിസം നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇതിനകത്ത് എക്കോസിസ്റ്റത്തിലോട്ട് പോകുമ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. ഇതിലെ 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആട്ടോ. എന്തുകൊണ്ടാണ് എനർജി പിരമിഡ് അപ്രൈറ്റ് ആയതെന്ന്, പിന്നെ പിരമിഡ് ഓഫ് ബയോമാസ് എപ്പോഴാണ് അപ്രൈറ്റ്, അതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്രൈറ്റ് അല്ല, അതിനകത്ത് ഇൻവേർട്ടഡ് ആവുന്നത്. പിന്നെ ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യനുകളാണ്. ഇത് ഭയങ്കര 5 സ്റ്റാറാണ്. ഇതിൽ GPP, NPP നോക്കാണ്ട് പോകണ്ട, ഇത് പഠിച്ചോളൂ. പിന്നെ ഇക്കോളജിക്കൽ പിരമിഡിൻ്റെ ലിമിറ്റേഷനൊക്കെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. പിന്നെ ഇതിൽ 5 സ്റ്റാർ ആട്ടോ. ഫ്രാഗ്മെൻറ്റേഷൻ എന്താണ്, ലീച്ചിങ് എന്താണ്, കാറ്റബോളിസം, മിനറലൈസേഷൻ സംഭവങ്ങൾ, അത് നോട്ട് ചെയ്ത് പോയിക്കോളൂ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയിൽ വരുന്നത് ഈ ലെവലുകളൊക്കെ ചോദിക്കാം. അതോടനുബന്ധിച്ച് പിരമിഡ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിരമിഡ് ബയോമാസ് എന്താണ് ഇൻവേർട്ടഡ് ആയത്, എപ്പോഴാണ്, ഇത് ഏത് പിരമിഡാണെന്ന് ചോദിക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പിരമിഡ് ഓഫ് ഈ സംഭവങ്ങൾ, ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഫ്രാഗ്മെൻറ്റേഷൻ, അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചോളൂ. 10% ലോ ഫുഡ് വെബ് ഒക്കെ നോക്കി പോയിക്കോളൂ. പിന്നെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുമ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി വേണമെങ്കിൽ ചോദിക്കാൻ നോക്കിക്കോളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ഇനി പിന്നെ അതിൽ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഇതിൽ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ റീസെൻറ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലോട്ട് പോകുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്പീഷീസ്. അതിനകത്ത് എന്തുകൊണ്ടാണ് ഒരു ലോസ്, ബയോഡൈവേഴ്സിറ്റി ലോസ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള സംഭവങ്ങൾ, ഹാബിറ്റൽ ലോസ്, അതുപോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷന്, സംഭവങ്ങളൊക്കെ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അതൊക്കെ പഠിച്ചോളൂ. ഏലിയൻ സ്പീഷീസ് ഇൻവേഷന്, പിന്നെ അതുപോലെ തന്നെ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിനകത്ത് ഇപ്പം സ്റ്റെക്കിങ് വരുന്നുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, നൈൽ പെർക്ക് ഇൻ ലേക്ക് വിക്ടോറിയ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എന്താ പറയുക,
ഏലിയൻ സ്പീഷീസിൻ്റെ ഇൻവേഷൻ സംഭവങ്ങൾ, സിക്ലേഡ് ഫിഷ് അവിടെ നിന്ന് പോയത് നൈപ്പർക്ക് വന്നപ്പം ആ സംഭവങ്ങളൊക്കെ, പിന്നെ ക്ലാരിയസ് ഗാരി പൈനസ്, കോ എക്സ്റ്റൻഷൻ ഒക്കെ ചോദിക്കാം. ഇതിനകത്ത് ഏതും ചോദിക്കാം കേട്ടോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഇത് നോക്കി പോയിക്കോളൂ. പിന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ചോദിക്കാം കേട്ടോ, 2 മെത്തേഡുകൾ, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു. അപ്പോൾ അതിന് എക്സാമ്പിളുകൾ സംഭവങ്ങൾ പഠിച്ചു വെച്ചോളൂ. പിന്നെ ട്രോപ്പിക്സിൽ എന്തുകൊണ്ടാണ് ബയോഡൈവേഴ്സിറ്റി കൂടുതൽ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇൻസിറ്റു എക്സിറ്റു അത് നമ്മൾ കംപ്ലീറ്റ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പോയിക്കോളൂ. പിന്നെ ഇതിനകത്ത് 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഹാബിറ്ററ്റ് ലോസ്, ആ ഒരു എവിൽ കോർട്ടറ്റ് ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണം എന്താണ്, 4 കാരണങ്ങൾ, 4ഉം 5 സ്റ്റാറാണ്. പിന്നെ ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷന്, പിന്നെ ഇതും ഒരു 5 സ്റ്റാർ കാറ്റഗറിയിൽ പെടുത്തുന്നതാണ്. എന്തുകൊണ്ടാണ് ട്രോപ്പിക്സിൽ കൂടുതലും ബയോഡൈവേഴ്സിറ്റി, കൂടുതൽ മരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മൃഗങ്ങളൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള സംഭവം. പിന്നെ അപ്പോൾ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടതിൻ്റെ കാര്യങ്ങൾ പഠിക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് നമുക്കൊരു 5 സ്റ്റാർ കാറ്റഗറിയിൽ തന്നെ പെടുത്താവുന്നതാണ്. പിന്നെ ഇതിനകത്ത് റീസെൻ്റ് ചോദിച്ചതാണ്, എനിക്ക് തോന്നുന്നു 2026 വരാൻ സാധ്യതയുണ്ട്, നോക്കിപ്പോയിക്കോളൂ ഈ ഗ്രാഫ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിലേതൊക്കെയാണ് വെർട്ടിബ്രേറ്റ്സിൽ ആരാണ് കൂടുതൽ, ഇൻവെർട്ടിബ്രേറ്റ്സിൽ ആരാണ് കൂടുതൽ എന്നുള്ള രീതിയിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു 4 സ്റ്റാർ എനിക്ക് തോന്നുന്നു ഈ വർഷം ചിലപ്പോൾ ഇത് ചോദിക്കാമെന്ന്, ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽ പെടുത്തുന്നതാണ്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, അതായത് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങൾ. പിന്നെ ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ് സംഭവങ്ങളൊക്കെ. പിന്നെ ഇത് ചോദിച്ചു, ഇതൊരു 1 മാർക്കാണെങ്കിലും 5 സ്റ്റാർ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബയോഡൈവേഴ്സിറ്റി ആരാണ്, അതിനകത്ത് എഡ്വാർഡ് വിൽസൺ അറിയാമല്ലോ. പിന്നെ ഇതിനകത്ത് അതൊക്കെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്, റിപ്പീറ്റ് വന്ന് കാണാൻ സാധിക്കും. ഇത് അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നോക്കി വെച്ചോളൂ. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ എന്തുകൊണ്ടാണ് ഡൈവേഴ്സിറ്റി സംഭവങ്ങൾ എങ്ങനെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതൊക്കെ മുമ്പ് ചോദിച്ചതാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. അതിനകത്ത് അതിട്ടോ ആ സംഭവം ആമസോണിൻ്റെ. പിന്നെ ഇതൊക്കെ 3 മാർക്കിന് നെയിം എനി 2 ബയോ, ഇതിൻ്റെ കൂടെ വേറെയും ക്വസ്റ്റ്യനുകളുണ്ട്. അതിനകത്ത് മുന്നേ പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇവിടെ എവിൽ കോർട്ടറ്റ് സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നെയിം എനി 2 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയാനാണ്, അല്ലാണ്ട് അത് 3 മാർക്കിനല്ല. വെസ്റ്റേൺ ഗട്ട്സ്, ഇൻഡോബർമ, ഹിമാലയ സംഭവങ്ങളാണ്. പിന്നെ ഇതൊക്കെ ഇതിനകത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിനകത്തൊരു 4 സ്റ്റാർ 5 സ്റ്റാർ കാറ്റഗറിയിലാണ് ഈ ഒരു സംഭവം. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, അതിൻ്റെ കർവ് സംഭവങ്ങൾ അത് ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അലക്സാണ്ടർ വോൺ ഹംബൾട്ട്, അതിനകത്ത് ആ ഒരു ഗ്രാഫിൻ്റെ S= സ്പീഷീസ് റിച്ച്നെസ് എവിടെയാണ് വരുന്നത്, ഏരിയ എവിടെയാണ് വരുന്നത് എന്നുള്ള സംഭവം. അപ്പം സ്പീഷീസ് അതിനകത്ത് ഈ ഒരു S=CA⁻Z എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്, നോക്കി പോയിക്കോളൂ. പിന്നെ ഗ്രാഫ് അതിൻ്റെ സ്ലോപ്പ് എത്രയാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ റിപ്പീറ്റാണ്. റിവറ്റ് പോപ്പർ ഹൈപ്പോതസിസ് നോക്കിക്കോളൂ കേട്ടോ. ഇതിനകത്തൊരു 4 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. വിമാനത്തിൻ്റെ ആ ഒരു ചിറക് ഇളക്കി മാറ്റുന്ന സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പം അതിനകത്ത് ബയോഡൈവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതൊക്കെയാണ്. പിന്നെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പം അതിനകത്ത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹാബിറ്ററ്റ് ലോസ്, ഫ്രാഗ്മെൻറ്റേഷന്, പിന്നെ കൺസർവേഷന്, പിന്നെ നമ്മുടെ എന്താ പറയുക ട്രോപ്പിക്സിൽ എന്തുകൊണ്ടാണ് കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ റിവറ്റ് പോപ്പർ, അതേപോലെ ഏരിയ സ്പീഷീസ് റിലേഷൻഷിപ്പ്, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിപ്പോയിക്കോളൂ. പിന്നെ ജെനറ്റിക് ലെവൽ, സ്പീഷീസ് ലെവൽ, ബയോഡൈവേഴ്സിറ്റി ആരാണ് പോപ്പുലറൈസ് ചെയ്തത് സംഭവങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് നമ്മൾ ഓൾ ബയോളജിയിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകളും കവർ ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ 5 സ്റ്റാർ 3 സ്റ്റാർ ഒക്കെ നിങ്ങൾ ഡബിൾ പാസ്, അതിനപ്പുറം വേണ്ടവരൊക്കെ എന്തായാലും പഠിച്ചിരിക്കണം. ഇനിയിപ്പോൾ പാസ് മാർക്ക് വേണ്ടവരാണെങ്കിൽ ഞാൻ നേരത്തെ ഒരു സ്ട്രാറ്റജി വീഡിയോസ് ചെയ്തിട്ടുണ്ട് സുവോളജിയിലും ബോട്ടണിയിലും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം പറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ സെറ്റാക്കിയിട്ട് ആദ്യം സുവോളജിയിൽ ഒരു 2-3 ചാപ്റ്റേഴ്സ് പഠിക്കുക, ബോട്ടണിയിലും ഒരുമിച്ച് പഠിക്കുക, എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് പോവുക. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഇനി ഫുൾ മാർക്കൊക്കെ വേണ്ടവരാണെങ്കിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട്, ഇതാണ് ആദ്യം പഠിക്കേണ്ട ക്വസ്റ്റ്യനുകൾ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ NCERT നന്നായിട്ട് നോക്കാം. അതിലെ ഓരോ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്സായിട്ട് പോയിന്റ്, അതൊക്കെ അതിനകത്ത് ഇപ്പം നിങ്ങൾ മുന്നേ പഠിച്ചവർ ആയിരിക്കണം. അതിനകത്ത് ഇപ്പം അതിനൊന്നും സമയമില്ല. ഇപ്പം തുടങ്ങുന്നവരാണെങ്കിൽ ആദ്യം ഇതന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഡബിൾ പാസും അതിനകത്ത് പാസ് മാർക്കും ഡബിൾ പാസും ഒക്കെ വേണ്ടവരാണെങ്കിൽ ഇതിനകത്ത് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. 3 സ്റ്റാർ 5 സ്റ്റാർ 4 സ്റ്റാർ കാറ്റഗറി പറഞ്ഞാൽ അതൊക്കെ പഠിച്ചു പോകണം. ഫുൾ മാർക്ക് വേണ്ടവരെല്ലാം അതിനകത്ത് A+ ഒക്കെ വേണ്ടവർ ഇതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യനുകൾ നിങ്ങൾ പഠിച്ചു പോകണം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോസിന് മോഡിഫിക്കേഷൻ വരുത്താം. അപ്പോൾ നിങ്ങളുടെ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രിപ്ഷൻ ഒക്കെയാണ് നമുക്ക് വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഇങ്ങനെ ചെയ്തിട്ടും വ്യൂസ് ഒന്നും വരാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ ഓൾ ബയോളജി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ, നിങ്ങളുടെ സപ്പോർട്ട്, ലൈക്ക്, കമൻറ്റ്, നിങ്ങളുടെ ഫ്രണ്ട്സുകളോടൊക്കെ ഷെയർ ചെയ്യൂ. നമുക്ക് ഇനിയും ഏതൊക്കെയാണ് വീഡിയോസ് വേണ്ടതെന്ന് പറയൂ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.